നമസ്കാരം, ഞാൻ ഷോണിമ. ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജുവലേഴ്സ് കൗമുദി ഹെഡ്ലൈൻസിലേക്ക് സ്വാഗതം. പവേർഡ് ബൈ ARMC, പ്രസന്റഡ് ബൈ NCDC. ഭീതി ഒഴിയാതെ താഴ്വര. ഭീകരവാദത്തിനെതിരെ ഇന്ത്യ നിലപാട് കടുപ്പിച്ചതിനു പിന്നാലെ കശ്മീരിൽ വീണ്ടും തീവ്രവാദി ആക്രമണം. പുഞ്ച് സെക്ടറിൽ സുരക്ഷാ സേനയ്ക്ക് നേരെയുണ്ടായ വെടിവെപ്പിൽ ഒരു മരണം. ആക്രമണം നടത്തിയത് 2 ഭീകരരെന്ന സംശയം. ഇവർക്കായി തിരച്ചിൽ തുടരുന്നു. ചൈനയിൽ നടന്ന G20 ഉച്ചകോടിയിലും ലാവോസിൽ ചേർന്ന ആസിയാൻ സമ്മേളനത്തിലും തീവ്രവാദത്തെ ഇന്ത്യ ശക്തമായി എതിർത്തിരുന്നു. അതേസമയം ബുർഹാൻ വാനിയുടെ വധത്തെ തുടർന്നുണ്ടായ സംഘർഷാവസ്ഥയ്ക്കും കുറവില്ല. പെരുന്നാൾ ആഘോഷങ്ങളുടെ ഭാഗമായി ഉത്തരേന്ത്യയിൽ സുരക്ഷ ശക്തം. തോൽവിയിൽ നിന്നൊരു പാഠം. സൗമ്യ വധക്കേസിൽ അപ്പീൽ വാദം വീണ്ടും നടത്താൻ സുപ്രീം കോടതിയിൽ അപേക്ഷ നൽകണമെന്ന് സർക്കാരിന് AGയുടെ നിർദ്ദേശം. അഭിഭാഷക സംഘം വിട്ടുകളഞ്ഞ തെളിവുകളും വസ്തുതകളും ഉൾപ്പെടുത്തി പുതിയ സത്യവാങ്മൂലവും പ്രസ്താവനയും നൽകണം. പ്രതി ഗോവിന്ദച്ചാമിയുടെ രഹസ്യമൊഴി മജിസ്ട്രേറ്റിന് മുന്നിൽ രേഖപ്പെടുത്താൻ കഴിയാതിരുന്നത് പോലീസിന് സംഭവിച്ച വീഴ്ചയെന്ന് അഡ്വക്കേറ്റ് ജനറൽ. അപ്പീൽ വാദത്തിൽ കൂടുതൽ സൂക്ഷ്മത പുലർത്തുന്ന കാര്യത്തിൽ അഭിഭാഷകർക്കും പാളിച്ച പറ്റി. അതേസമയം സൗമ്യയെ പ്രതി ട്രെയിനിൽ നിന്ന് തള്ളിയിട്ടതിന് തെളിവുണ്ടെന്ന് ഫോറൻസിക് സർജന്റെ മൊഴി. സൗമ്യയുടെ ശരീരത്തിൽ ഉണ്ടായിരുന്ന മുറിവുകളുടെ സ്വഭാവം ആധാരമാക്കിയാണ് പോസ്റ്റ്മോർട്ടം നിർവഹിച്ച സർജൻ ഷെർലി വാസുവിന്റെ വാദം. ആത്മാവിന്റെ പ്രാർത്ഥനകൾ. പരിശുദ്ധ ഹജ്ജിന്റെ ആത്മാവെന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന അറഫ സംഗമം ഇന്ന്. മിനായിലെ തമ്പുകളുടെ നഗരി വിട്ട് തീർത്ഥാടക സഹസ്രങ്ങൾ അറഫയിലേക്കുള്ള പ്രയാണത്തിൽ. അല്ലാഹുവിന്റെ വിനീതദാസരായി അറഫയിൽ 20 ലക്ഷത്തോളം ഹാജിമാർ ഒത്തുചേരും. അസ്തമയം വരെ അറഫയിൽ പ്രാർത്ഥനയിൽ മുഴുകുന്ന ഹാജിമാർ അതിനുശേഷം മുസ്ദലിഫയിലേക്ക് നീങ്ങും. തിരക്കൊഴിവാക്കാൻ ഇന്ത്യൻ തീർത്ഥാടകർ ഇന്നലെ വൈകും മുമ്പ് തന്നെ അറഫയിലേക്ക് പുറപ്പെട്ടിരുന്നു. അറഫയിൽ പ്രവാചക നബി നടത്തിയ പ്രസംഗത്തെ അനുസ്മരിച്ചുകൊണ്ടാണ് അറഫ സംഗമം. ജംറയിലെ കല്ലേറ് കർമ്മം നാളെ. കരാറിനു പിന്നാലെ കൂട്ടക്കൊല. സിറിയയിൽ US റഷ്യൻ വെടിനിർത്തൽ കരാർ നാളെ പ്രാബല്യത്തിലെത്താനിരിക്കെ വിമത കേന്ദ്രങ്ങൾക്കുമീതെ റഷ്യൻ വ്യോമാക്രമണം ശക്തം. ഇദ്ലിബ്, അലപ്പോ നഗരങ്ങളിലായി 100-ലധികം പേർ കൊല്ലപ്പെട്ടതായി റിപ്പോർട്ട്. അമേരിക്കയും റഷ്യയുമായി 10 ദിവസത്തെ വെടിനിർത്തൽ കരാറിന് ധാരണയായത് ഇന്നലെ. രാഷ്ട്രീയ പ്രക്രിയയിലൂടെ സിറിയൻ സംഘർഷങ്ങൾക്ക് പരിഹാരം കാണാനുള്ള ധാരണയിൽ ഒപ്പുവെച്ചത് US സ്റ്റേറ്റ് സെക്രട്ടറി ജോൺ കെറിയും റഷ്യൻ വിദേശകാര്യമന്ത്രി സെർജി ലാവ്റോവും. 5 വർഷമായി തുടരുന്ന ചോരക്കളിക്ക് പരിഹാരം കാണാനുള്ള ശ്രമങ്ങളെ പിന്തുണച്ച് യൂറോപ്യൻ യൂണിയൻ. ഇന്നത്തെ സ്വർണ്ണ വെള്ളി നിരക്കുകൾ. തരകൻസ് റോയൽ ജ്വല്ലറി കുന്നംകുളം സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് പറഞ്ഞു ചെല്ലുന്നതിനേക്കാൾ നല്ലത് അറിഞ്ഞു ചെല്ലുന്നതാണ്. തരകൻസ് റോയൽ ജ്വല്ലറി കുന്നംകുളം, അബൂഷാഗ്ര, ഷാർജ. സ്വർണം ഗ്രാമിന് 2860 രൂപ, പവൻ 22,880 രൂപ, വെള്ളി ഗ്രാമിന് 51 രൂപ. തരകൻസ് റോയൽ ജ്വല്ലറി കുന്നംകുളം സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് പറഞ്ഞു ചെല്ലുന്നതിനേക്കാൾ നല്ലത് അറിഞ്ഞു ചെല്ലുന്നതാണ്. തരകൻസ് റോയൽ ജ്വല്ലറി കുന്നംകുളം, അബൂഷാഗ്ര, ഷാർജ. ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജുവലേഴ്സ് കൗമുദി ഹെഡ്ലൈൻസ് പവേർഡ് ബൈ ARMC, പ്രസന്റഡ് ബൈ NCDC സമാപിക്കുന്നു. പുതിയ വാർത്തകളുമായി 1 മണിക്കൂർ ശേഷം വീണ്ടും കാണാം. നമസ്കാരം.